ഗൈസ് ഒരു കുഴി കൊണ്ട് കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി നമുക്ക് അടുത്ത കുഴിയും ഈ റോഡിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു കൊടും വളവിനാണ് കുഴി ഇരിക്കുന്നത്. എന്റെ ബാക്കി കാണാം, കൊടും വളവിന് റോഡിന്റെ സൈഡിലായിട്ട് ഒരു കുഴിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ രണ്ടാമത്തെ കുഴി. നമ്മുടെ പൊതുമരാമത്ത് വകുപ്പും KSEBിയും കൂടെ നാട്ടുകാർക്ക് സംഭാവന ചെയ്തിട്ട് പോയ കുഴിയാണ്. അതും ഒരു കൊടും വളവിനാണ് ഇരിക്കുന്നത്. ഇതിന്റെ തൊട്ടുമേലുള്ള ഒരു സ്കൂളും ഇവിടെ ഒരു UP സ്കൂൾ ഏതാണ്ട് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സ്കൂളിന്റെ പരിസരം കൂടെയാണ്. റോഡിന്റെ പകുതിയോളം കുഴിയാണ്. ഈ കുഴിയിലൊക്കെ വീണ് പലർക്കും ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി. പല തവണ കംപ്ലൈന്റ് ചെയ്തിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടാ, ഈ കുഴി ഇവിടെ എത്ര നാളായി? ഇതൊരു 2-2.5 കൊല്ലത്തോളമായി. 2.5 കൊല്ലത്തോളമായി അല്ലേ? ഇതുവരെയായിട്ടും എത്ര പരാതി കൊടുത്തു? പരാതി പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇതൊരു നടപടി ആയിട്ടില്ല. ഇപ്പൊ ഒരു ആക്സിഡന്റ് 6 ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കുറെ ആക്സിഡന്റ് ഉണ്ടായില്ലേ? ഞാനും ഇപ്പൊ അതിനകത്തൊന്ന് ചാടി. ഇവിടെ ഉണ്ട്, കുന്നം താഴെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് അവിടം പിടിച്ചൊരു ഏരിയ. ഇത് പല പ്രാവശ്യം പറഞ്ഞു. ഇവിടെ ഒരു സ്കൂൾ ഉണ്ടല്ലേ? സ്കൂളുണ്ട്, ELP സ്കൂൾ. ഒരു സ്കൂളും ഉണ്ടല്ലോ. പിന്നെ മേളിലെ മൃത്തമായ സ്കൂളുണ്ട്. പിന്നെ പോളിടെക്നിക്കില് വളരെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വഴി. ഒരുപാട്. അതും വളവിനല്ലേ? പരാതി കൊടുത്തിട്ട്